ഇന്നത്തെ വചനചിന്തയ്ക്കായി 1 കൊരിന്ത്യർ 16 അധ്യായം അതിന്റെ 9 വാക്യം. എനിക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലർ ഉണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രവചന ശബ്ദമായി ഇന്നത്തെ വചനത്തെ നിങ്ങളുടെ മേൽ തുറക്കുകയാണ്. ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിന്റെ തീ ആളി കത്തിക്കട്ടെ. കർത്താവ് നിങ്ങൾക്കൊരു വാതിൽ തുറന്നിരിക്കുന്നു. അത് വെറുമൊരു വാതിലല്ല, വലുതും സഫലവുമായ വാതിൽ തന്നെ. നിങ്ങളുടെ ദൈവിക ദൗത്യത്തിലേക്കുള്ള വാതിൽ, നിങ്ങളുടെ ശുശ്രൂഷയിലേക്കുള്ള വാതിൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ വിജയത്തിലേക്കുള്ള വാതിൽ, നിങ്ങളുടെ സാക്ഷ്യത്തിന്റെ ഉയർച്ചയിലേക്കുള്ള വാതിൽ ദൈവം തുറന്നിരിക്കുന്നു. എന്നാൽ ദൈവം വാതിൽ തുറക്കുമ്പോൾ തന്നെ നമ്മളും പൗലോസിനെ പോലെ ആത്മാവിൽ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. എതിരാളികൾ പലർ ഉണ്ട്. നിങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ഏറ്റെടുത്ത നിയോഗത്തിന്റെ വലിയ വാതിലുകൾ കാണുമ്പോൾ ശത്രു ഉണർന്നിരിക്കും. നെഹ്മ്യാവിന്റെ കാര്യം ഓർക്കുക. യെരുശലേമിന്റെ മതിൽ പണിയുവാനിറങ്ങിയപ്പോൾ എതിരാളികൾ കൂട്ടമായി വന്നു. അവർ പരിഹസിച്ചു, ഭീഷണിപ്പെടുത്തി, നിരാശയുടെ വാക്കുകൾ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലും ഇത്തരം നെഗറ്റീവ് ശബ്ദങ്ങൾ നമുക്ക് ചുറ്റും ഉയരാം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നത്, എതിർപ്പുകൾ കണ്ടാൽ പിന്മാറരുത്, പരിഹാസം കേട്ടാൽ തളരരുത്, ശത്രുവിന്റെ ശബ്ദം കേട്ടാൽ വഴിതെറ്റരുത്. കാരണം ദൈവം തുറന്ന വാതിൽ അടയ്ക്കുവാൻ ഭൂമിയിലുള്ള ഒരു ശക്തിക്കും കഴിയില്ല. ശത്രുവിന്റെ ജോലി വാതിൽ അടക്കുക എന്നതാണ്. നമ്മുടെ ജോലി തുറന്ന വാതിലിലൂടെ ദൈവകൃപയിൽ ആശ്രയിച്ച് ധൈര്യത്തോടെ മുന്നേറുക എന്നുള്ളതാണ്. ഈ ദൈവശബ്ദം കേൾക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങളുടെ ദൗത്യം മഹത്തകരമാണ്, നിങ്ങളുടെ നിയോഗം സ്വർഗീയമാണ്. കർത്താവാണ് വാതിൽ തുറന്നതെങ്കിൽ, അവിടുന്ന് അത് നിനക്ക് വേണ്ടി ഒരുക്കിയതെങ്കിൽ, എത്ര വലിയ മതിലായി ശത്രു വന്നാലും അത് തകർന്നു വീഴുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവം നമുക്കൊരുക്കിയ ആ വലിയ വാതിലിൽ പൂർണ്ണമായി ആശ്രയിച്ച് ആത്മാവിൽ ജ്വലിച്ച് നമുക്ക് മുന്നേറാം. ഇനിയുള്ള ദിവസങ്ങൾ കർത്താവ് നൽകിയ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്ന ദിനങ്ങളാക്കി നമുക്ക് തീർക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. കർത്താവിന്റെ കൃപ എല്ലാ മക്കളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്കായി തുറന്നിരിക്കുന്ന എല്ലാ വലിയ വാതിലുകൾക്കായി, നിയോഗങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എതിരാളികൾ പലർ ഉണ്ടെങ്കിലും അവരെ മറികടക്കുവാനുള്ള ധൈര്യവും കൃപയും ഞങ്ങൾക്ക് തരണമേ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.